ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടി നമ്മൾ ഈ ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇത് നമുക്കൊരാൾ തന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിതുകൊണ്ട് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യണ്ടേ? ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കളർ പേപ്പറൊക്കെ എടുക്കാം. ഇതുകൊണ്ട് നമുക്കിന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പേപ്പറിൽ നിന്നും ഇതുപോലെ 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതുപോലെ മടക്കിയെടുത്ത് ഇലയുടെ ഷേപ്പിൽ ഇതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നമ്മൾ അതിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറേ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് നമ്മളൊരു ഈർക്കിളിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുത്തിട്ടുള്ള ഈർക്കിളിയിൽ ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്ന പേപ്പറിൽ നിന്ന് തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഈർക്കിളിയിലേക്കൊന്ന് ചുറ്റിയെടുക്കണം. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. നമ്മളതിൽ ഫെവിക്കോളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഈർക്കിളിയിലേക്ക് ചുറ്റി കൊടുക്കുകയാണ്. ഒരു പീസ് നമ്മൾ അതിലേക്ക് ചുറ്റിയെടുത്തിട്ടുണ്ട്. അടുത്ത പീസും അതുപോലെ തന്നെ നമുക്ക് അതിലേക്ക് ചുറ്റി കൊടുക്കാം. ഇതിൽ മുഴുവനായി നമ്മളത് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇത് നമുക്ക് അതിലേക്ക് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി അതൊന്ന് വളഞ്ഞു നിൽക്കാൻ വേണ്ടി കത്രിക ഉപയോഗിച്ചതുപോലെ നമ്മളൊന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗ്യാപ്പ് വിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഈർക്കിളിയിൽ മുഴുവനായി നമുക്കിതുപോലെ ഒട്ടിച്ചെടുക്കണം. നമ്മളതിൽ മുഴുവനായും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ കുറേ എണ്ണം നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരെണ്ണോ രണ്ടെണ്ണോ ചെയ്താൽ കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവില്ല. ഇതുപോലെ ഒരുപാട് ഉണ്ടായാലാണ് കാണാനായിട്ട് ഭംഗി ഉണ്ടാവുക. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം നമുക്ക് ഇതിലേക്കാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പം നമുക്കിതൊരു അടിപൊളി ഫ്ലവർ പോട്ടാക്കി എടുക്കണം. ആദ്യം നമുക്കിതിൽ ബ്ലാക്ക് കളർ പെയിന്റ് ഒന്ന് കൊടുത്തെടുക്കാം. ഇന്നത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലത്തെ പേപ്പർ തന്നെ വേണമെന്നൊന്നുമില്ല, കളർ പേപ്പർ കൊണ്ടൊക്കെ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചത് ഉണങ്ങി കിട്ടുമ്പോഴേക്കും ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ളത് നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നിന്നും ഇതുപോലെ വരച്ച് നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ചെയ്തെടുക്കുന്ന ഫ്ലവർ പോട്ടിന്റെ മുകളിലും താഴെയും ഒട്ടിച്ചെടുക്കാനുള്ളതാണിത്. ഇനി നമ്മൾ ഈ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നിന്നും ഈ ഒരു കോയിൻ വെച്ച് കുറച്ച് റൗണ്ട് ഷേപ്പുകൾ വരച്ചെടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇതിലേക്ക് നമുക്ക് അതെല്ലാം ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഫെവിക്കോളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ്. ഇതുപോലെ തന്നെ ഇതിന്റെ താഴെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ഫ്ലവർ പോട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ന്യൂസ് പേപ്പറൊക്കെ നിറച്ചു കൊടുക്കുകയാണ്. പിന്നീട് നമ്മൾ ഇതിൽ തെർമോക്കോളിന്റെ പീസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിൽ വെച്ചു കൊടുത്തിട്ടുള്ള തെർമോക്കോൾ പീസിന്റെ മുകളിലേക്ക് ഈ തെർമോക്കോൾ ബീഡ്സും കൂടെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.